അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ പോണത്? ഇങ്ങോട്ട് ഞങ്ങൾ പെരുമാട് പോവാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ട് അങ്ങനെ ഒരു സ്ഥലം പെരുമാട്? ഞങ്ങൾ എരുമാട് പോവാണ്, അതാണ് ഓൻ പറഞ്ഞത് പെരുമാട് എന്ന് കേട്ടാ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ ബാഗും എല്ലാം എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് വെച്ചിക്കാണ് കേട്ടാ. അതിന് ബസ്സൊക്കെ വരുമ്പോൾ വേഗം എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐസിനും റിച്ചും കൂടെ അതാ പോലെ വീടിന് മുന്നിൽ തന്നെ എങ്ങനെ ഉള്ളതാണ് ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മരക്കഷ്ണം അതിൻ്റെ മുകളിലൊക്കെ കൊത്തിപ്പിടിച്ച് കയറുകയാണ്. കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് വർത്താനം പറഞ്ഞ് കുറേ നേരം ബാഗ് ഇട്ടിക്കും, പിന്നെയും ബാഗ് അങ്ങോട്ട് വെക്കും. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയിലൊക്കെ കയറി. ഐസിൻ്റെ വണ്ടി ഇഷ്ടമായാ? നല്ല ഇഷ്ടമായി. അയ്യോ പറയണല്ലോ, വണ്ടീൻ്റെ മുന്നിൽ തന്നെ ആയിരുന്നു കേട്ടോ. ആ മുന്നത്തെ സീറ്റിൽ ഇരിക്കണ ഓനാണ്. അങ്ങനെ ഇതാ പിന്നെ കുറേ നേരം വണ്ടീൻ്റെ മുന്നിൽ ഡ്രൈവർ എങ്ങനെ വണ്ടി ഓടിക്കണമെന്നുള്ളത് നോക്കിയിരിക്കുക, പിന്നെ ഉറങ്ങുക. ഇതായിരുന്നു എൻ്റെ പരിപാടി. ഉറങ്ങുക, വണ്ടി നോക്കിയിരിക്കുക, പിന്നെ ഉറങ്ങുക. ഉറക്കം തന്നെ ചെയ്തു. ടൈസിന് കയറിയപ്പോൾ മുതലാണ്ട് ഉറക്കം തന്നെ ചെയ്തു. ഡ്രൈവർ അവിടെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ എവിടെ എത്തി? പെരുമാടി എത്തി ഞങ്ങൾ കേട്ടോ. അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇതാ ഫസ്റ്റ് ആയിട്ട് പോണത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽത്തോരുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എളാപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ എത്തി ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞിരുന്നു അത്രക്കൊന്നും തണുപ്പൊന്നുമില്ല അവിടെ നിന്ന്. അവിടെ എത്തിയതാ കുട്ടികളൊക്കെ ഈ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇട്ടിട്ട് കാണുമ്പോൾ നല്ല ഇഷ്ടമാണ് കുട്ടികളെ കേട്ടോ. ഐസൈനൊക്കെ ഇടാത്ത ആൾ വരെ ഇട്ടിക്കണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അടുപ്പിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ തീ കൂട്ടിയിട്ടുണ്ട്. അതിലൊക്കെ തണുപ്പാണ് എന്ന് പറഞ്ഞിട്ട് കുളിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക ചെയ്തു കേട്ടോ. പിന്നെ ഓരോരുത്തർ ഇതാ വന്ന പാടന്നെ ചുരുണ്ടും മടങ്ങി വേഗം പുതപ്പിൻ്റെ ഉള്ളിൽ കയറി ഉറങ്ങാനായിട്ട് ഇരിക്കണില്ല. ഐസോ തണുപ്പല്ലേ ഇതെനിക്ക്? ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. തണുക്കണ്. പിന്നെ ഐസിൻ്റെ ചെവി വേദന ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബസ്സിൽ നിന്നൊക്കെ ചെവി വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു ഓന്. കാരണം ഓൻ ആ സംഭവമല്ലേ ഇപ്പം ഇട്ടെടുത്തിട്ടുള്ള ആ സംഭവം, ആ തലമുടിന തൊപ്പി അങ്ങനെ ഫുള്ളായിട്ടുള്ള അത് അപ്പം ബസ്സിൽ നിന്ന് ഇടാൻ കൂട്ടാക്കിയിരുന്നില്ല കേട്ടോ. ഓന് ഇവിടെ എത്തിയപ്പോഴാണ് പിന്നെ ഇട്ടത്. ഐസിന് ഞാൻ കോട്ടും അങ്ങനത്തെ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അത്ര വലിയ തണുപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടിയല്ലേ ഓന്. അപ്പോൾ ഓന് തണുക്കണുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ കരയണത്. അപ്പോൾ പിന്നെ മോൾട്ടി എടുത്തിട്ട് നുഫൈല അത് നമ്മളെ ചെറുപ്പം തൊട്ടുള്ള കൂട്ടുകാരികളാണ് കേട്ടോ. ഞങ്ങൾ ഓലെ അയൽവാസിയാണ്. അപ്പോൾ ഓരൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറുപ്പത്തിൽ എല്ലാവരും അങ്ങോട്ട് വിരുന്ന് പോകാമെന്ന് പറഞ്ഞൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ അടുക്ക്. കാരണം ഓളുണ്ടാവും, പിന്നെ കമറും ഉണ്ടാവും. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ. ഭയങ്കര കൂട്ടായിട്ട് എല്ലാവരും കൂടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ആദ്യം ആ കയറി പോയിരുന്നത് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വണ്ടിയിൽ നിന്ന് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ബാഗൊക്കെ എടുത്തോടുന്നു, ബ്രഷൊക്കെ കയ്യിലായിരുന്നു. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷം പിന്നെ ഞങ്ങളിതാ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ പണ്ടെല്ലോടത്തും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അതെന്ത് പറയുക പഞ്ചായത്തിൽ നിന്ന് കിട്ടണ അങ്ങനെ എന്തോ അല്ലേ ഇത്, ഇക്കറിയില്ല കേട്ടോ. അങ്ങനെ വെള്ളം എടുക്കണ പശു കൊടുക്കുക എന്തൊക്കെ ഐസ് പറഞ്ഞ് ആ വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ എടുക്കുമല്ലോ അതിന്ന്. അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും വെള്ളമൊക്കെ ഒന്ന് എടുത്തുട്ടോ. നല്ല വെള്ളമാണ്, ഭയങ്കര തണുപ്പാണ് കേട്ടോ. അവിടെ വെള്ളത്തിലാണ്ട് തൊടാനേ തോന്നൂല. അങ്ങനെയാണ്. പിന്നെ ഞങ്ങളിത് അവിടെ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഇതാ കുട്ടികൾ ഭയങ്കര ഉഷാറാണ് നടക്കാൻ. ഇവനക്കൊക്കെ ചെവി വേദനയാണെന്ന് പറഞ്ഞിട്ട് രാത്രി കരഞ്ഞ ആളാണ് കേട്ടോ. ഇപ്പം എത്തിയപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിനെ അവിടെ ഇങ്ങനെ നടക്കാൻ കേട്ടോ. ഒരു വില്ലന്മാരായിക്കൊണ്ട് മുന്നിൽ അറിയേണ്ട സ്ഥലത്തേക്ക് പോയ പോലെ ആയിരുന്നു കേട്ടോ ഓരോ ഓട്ടൊക്കെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഇതല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ച് നടക്കുകയാണ്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തിയാളൊക്കെ കണ്ടിട്ട് അതൊക്കെ ഞാൻ പണ്ട് നമ്മളെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആരോടും കാണാനില്ല. അപ്പോൾ ഇവരിങ്ങനെ പറയണത് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, അത് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ പറയാണ്. പിന്നെ അടുപ്പിച്ച് 3 കടകൾ കണ്ടു കേട്ടോ. കടകളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഷീറ്റിൻ്റെയാണ്. ഇത് മറ്റേ കാട്ടുമുല്ലയാണ് കേട്ടോ. അതൊക്കെ ഒരുപാട് പൂത്ത് നിൽക്കുന്നുണ്ട്.
അങ്ങനെ 3 കടകൾ എടുത്തെടുത്തായിട്ട് തന്നെ ഉണ്ട്. ഇവിടെ ഒരു കട, അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊന്ന്, അതിൻ്റെ അടുത്ത് വേറൊന്ന്, അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ആ പൈസേനെ ഓടി ചെല്ലണം മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഇല്ല കിടന്ന് പോരേന്ന് പറഞ്ഞിട്ട് കിടന്ന് പോരുകയാണ്. അതിന് നല്ല രസം കണ്ടിട്ട് വീടുകളൊക്കെ ഒരേ വലുപ്പത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ അടുത്ത് ഒന്ന് അങ്ങനെ ആയിട്ടാണ് കേട്ടോ വീടുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളെ വീടിനെ നമുക്ക് ഓർമ്മ വരും ഈ വീടൊക്കെ കാണുമ്പോൾ. പിന്നെ ഷീറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ ഓടുണ്ട്, അങ്ങനെയൊക്കെയാണ് വീടുകളുള്ളത് കിട്ടാം. പിന്നെ എല്ലാ വീട്ടിലും വണ്ടികളുണ്ട് കേട്ടോ, കാറ് ബൈക്ക് എല്ലാ വീട്ടിലും കാറൊക്കെ അടുപ്പിച്ച് എല്ലാ വീട്ടിലും കണ്ട് ഞങ്ങൾ നടന്ന് വരുമ്പോട്ടാ. അതിനകത്ത് ആ മാവും എല്ലാം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, മാവൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഞങ്ങൾ നേരെ കണ്ടത് ഇതാണ് കേട്ടോ, പപ്പായ മരത്തുമ്പോൾ ഒന്ന് പൊഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയണം നമുക്ക് ഒന്നെടുത്ത് പൊട്ടിച്ച് തിന്നാലോ എന്നൊക്കെ തന്നെ വെറുതെ തമാശക്ക് പറയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോണത് പറഞ്ഞാൽ ഇവർ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഓല് മോൾട്ടീന്ന് ഒരു അൽവാസി ഓലുമൊക്കെ ഓല കൂടെ ആദ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓല് ഇവിടെ പാടമുണ്ട്, പാടം കാണാൻ പോവുക, പാടത്തിൻ്റെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പറയാൻ കേട്ടോ വഴി കഴിഞ്ഞാൽ 2 വലിയ വീടുകൾ കാണുന്നുണ്ട്, പിന്നെ വഴി കാണായി. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വഴി ഉണ്ട് കേട്ടോ. ഈ ഒരു മരം കണ്ട വെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ പോകണം. അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു കാക്ക നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ വഴിയുണ്ട്, ആ ഉണ്ട് പാടത്തേക്ക് എത്തും എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ അങ്ങോട്ടാണ് നടന്നു കേട്ടോ. ഇങ്ങനെ കാണുന്ന ഈ ഒരു വെയിലിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഉഷാറായിരുന്നു നടക്കാൻ. കുറച്ച് ഇറക്കും കയറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്ന കാര്യമൊന്നും അപ്പോൾ ആലോചിക്കണില്ല കേട്ടോ, എങ്ങനെ ഇങ്ങോട്ട് പോരുന്നു. അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങോട്ട് കയറണമല്ലോ എന്ന്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കാപ്പിപ്പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. കാപ്പിൻ്റെ കുരും കാപ്പിൻ്റെ പൂവൊക്കെ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. കാപ്പിൻ്റെ കുരു പുറത്ത് നിൽക്കുന്നുണ്ട്, നമ്മളെ ചുള്ളിക്ക് നിൽക്കണ പോലെയാണ് കേട്ടോ. തിന്നിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇതൊന്നും തിന്നാൻ നിന്നിട്ടില്ല, കാരണം വയറുവേദന ഒന്നും ഉണ്ടാവണ്ട, വേറെ സ്ഥലത്ത് പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് മുണ്ടാക്ക് നിന്നോട് പറയുന്നുണ്ട്. എനിക്കെന്തോ പറയാണ്ട് അത്ര കേട്ടോ. എന്താണ് അത് പറയാം, അത് ഞാൻ വേറെ ഒന്നും പറയാം. അപ്പോൾ ഞങ്ങളിതാ പാടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാടത്ത് കൂടെ നടക്കുകയാണ്, നല്ല രസമുണ്ട് കേട്ടോ നടക്കാനൊക്കെ. എല്ലാത്തിൻ്റെ മുകളിലും നമ്മൾ ഈ തണുപ്പും രാവിലെ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വെള്ളം ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുമല്ലോ, അങ്ങനെ അതും ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ലോങ് ആയിട്ടുള്ള ഒരു ഫർദ പോലത്തെ ഒരു ഉടുപ്പയുണ്ട് കേട്ടോ ഞാൻ ഇട്ടിന്ന്. ഫർദ എന്നും പറയാം. അതിൻ്റെ അടിയിൽ ജീൻസ് പാൻറ്റ് പിന്നെ ഷൂവ്. ആ ഫർദൻ്റെ അടിയിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ മണ്ണും വെള്ളവും കൂടെ അങ്ങോട്ട് ആയിട്ട് നടക്കുമ്പോൾ ഉള്ള വെള്ളമാണ് കേട്ടോ. അതായത് ഈ ചെടിമ എന്താണ് അറിയാത്ത ഭാഷകളൊന്നും പറയില്ല, അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അടുത്ത ആൾ വന്നിട്ട് എന്തോ പറഞ്ഞിട്ടൊക്കെ തിരിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാട്ടുവള്ളിന്ന് എന്താണ് പറയാൻ വന്നത്, മുണ്ടകട അതല്ല, പള്ളി റോസാണ് കേട്ടോ കാണുന്നത്. എന്തൊരു രസമാണ് കാണാൻ, പക്ഷേ നിറച്ച് മുള്ളും ഉണ്ട്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അതിമ്മ കെട്ടി മറിഞ്ഞ് 2 കൊമ്പെടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ വന്നിട്ട് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടാവില്ല എന്നൊന്നും അറിയില്ല, കാരണം അത്രയും നേരം ഇരുന്ന് അങ്ങനെ ഒരു പരിവായിക്കണം ഇവിടെ എത്തി. അപ്പോൾ പിന്നെ വന്നേ ദിവസം വന്നപ്പോൾ രാത്രി ആയിരുന്നു. പിറ്റേന്നാണെങ്കിലും എനിക്ക് വയ്യാത്തതുകൊണ്ട് നട്ട് വെക്കാനും പറ്റിയിട്ടില്ല. അതിൻ്റെ പിറ്റേന്നാണ് കേട്ടോ ഞാൻ പിന്നെ വൈകിട്ട് നട്ട് വെച്ചത്. അങ്ങനെ ഞങ്ങളിതാ എല്ലാം കണ്ട് പിന്നെ അടി കിട്ടിയെന്ന് പറഞ്ഞാലോ, ഞങ്ങൾ ഇവിടെ തിരിച്ചു കയറുമ്പോൾ ഇവരെ 2ആളെയും കാണാനില്ല. എങ്ങാനും വല്ല കുളത്തിലോ കിണറ്റിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വഴിയാണ്, വഴി തെറ്റിയിട്ട് ഇവരെ കാണാതായാലും ഒന്ന് പേടിച്ചിട്ട് ഞാനൊരു നിമിഷം ഇതായിട്ട് ആരെയെന്ന് വെച്ചിട്ടാണ് പോയി ചോദിക്കുക. അങ്ങനെ ഞാൻ അവനെ കൈ കിട്ടിയപ്പോൾ 2 ഇട്ടിട്ടാണ് ഓടിയിക്കണിന്നെ, അങ്ങനെയാണ് അവൻ കാണിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ എത്തിയപ്പോൾ പിന്നെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് പത്തലാണ് കേട്ടോ. പിന്നെ അവിടെ നേർച്ചയാണ്, എരുമാട് നേർച്ചയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നേർച്ചച്ചോറ് ഒരു തലേന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്നദാനം ഉണ്ടായപ്പോൾ. അപ്പോൾ അതും ഉണ്ട് നമുക്ക് കൂടെ തന്നെ. അപ്പോൾ ഇതാ ചോറ് കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ പത്തൽ കറി ചിക്കൻ പൊരിച്ചത് ഒക്കെ എടുത്തിട്ടുണ്ട്. ഹൈസിന് ഞാൻ ആദ്യം കൊടുത്തുവിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ വൃത്തിയാവാനുള്ളവർ ഒന്ന് കുളിച്ച് അതേപോലെ കയ്യും കാലും കഴുകി. ഞാനെൻ്റെ ഫർദൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എൻ്റെ ചെരുപ്പ് ഞാൻ ഷൂ അവിടുന്ന് കഴുകിയിട്ട് അത്രക്കും ചളിയായിരുന്നു ഫർദൻ്റെ അടി. പിന്നെ അതേപോലെ ജീൻസ് ഒന്ന് അവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല പശകളാണ് കേട്ടോ, പിടിച്ചാൽ അങ്ങോട്ട് പോകില്ല. അതൊക്കെ ഞാനിതൊന്ന് കഴുകിയിട്ട് അവിടെ ഉണക്കാനൊക്കെ ഇട്ടിട്ടാ. നല്ല വെയിൽ പറഞ്ഞാൽ തണുപ്പുണ്ട്, എന്നാലും വെയിലോട്ട് അത് ഉണങ്ങി ഞങ്ങൾ ഇങ്ങനെ വരുമ്പോഴേക്കിനെ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ സൂഫി ഷഹീദിൻ്റെ ദർഗ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ ഇറങ്ങി.
അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് ദാഹമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കസ്കസൊക്കെ ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളം പോലെ ഒരു വെള്ളമൊക്കെ കിട്ടി, അതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദുആക്കെ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു താത്തന്മാരിങ്ങനെ ചോറാണ് തോന്നുന്നുണ്ട്, ചോറും തേങ്ങ അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള പായസം പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം കുറവാണെങ്കിലും അങ്ങനെ നമ്മൾ വയറങ്ങോട്ട് ഫില്ലാവണ തരത്തിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ അതും വാങ്ങിയിട്ടാണ്. എല്ലാവരും അങ്ങനെ കുടിച്ചിക്കണമെന്നൊക്കെ അറിയില്ല, ഞാൻ അവിടെ പോയപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ കുടിച്ചു കിട്ടാം. ഞാനും എൻ്റെ അനിയത്തിൻ്റെ മോളും കൂടെ ഒപ്പം അങ്ങനെ നടന്ന് വന്നപ്പോഴാണ് അത് കണ്ടത്. അങ്ങനെ ഐസിന് എൻ്റെ ഇപ്പോൾ കൂടെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഓന് ആണുങ്ങളെ കൂടെ അപ്പുറത്ത് കൂടെ മറ്റേ ഷൂഫീസ് ഈദിൻ്റെ ദർഗ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോഴാണ് ഈ ഒരു തക്കാളിയിലെ ഈ കുഞ്ഞു കുഞ്ഞു തക്കാളി എൻ്റെ വലിയ നാത്തൂൻ്റെ വീട്ടിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു പറഞ്ഞതായിരുന്നു വയനാട്ടിൽ നിന്ന് കൊടുന്ന തക്കാളിയാണെന്ന്, ഒരു കറിക്കൊക്കെ ഇടും എന്നൊക്കെ. അപ്പോൾ ഞാൻ അന്നൊരു പച്ച തക്കാളി എടുത്ത് അവിടുന്ന് തിന്നിട്ടുണ്ടായിരുന്നു. അതേ സാധനം ഇവിടെ കണ്ടപ്പോൾ വേഗം തന്നെ പഴുത്ത തക്കാളിയൊക്കെ ഞങ്ങൾ പറിച്ചെടുത്ത് ടൈമെന്ന് വിത്താക്കാന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഓരങ്ങനെ വിത്ത് കൊടുന്ന് ഇവിടെ ഇട്ടിട്ടാണ് ഇവിടെ ഉണ്ടായത് കേട്ടോ. അങ്ങനെ അതൊക്കെ വേഗം പെറുക്കിയെടുത്തു. അങ്ങനെ പിന്നെ വണ്ടിയിൽ നമ്മൾ വീണ്ടും കയറി. അപ്പോൾ പിന്നെ എള്ളുമിഠായി കുറേ സംഭവങ്ങൾ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അങ്ങനെ ഫുള്ള് ഫുഡ് തന്നെയായിരുന്നു. ഓരോ സംഭവങ്ങളായിട്ട് മുട്ടായിട്ടും നമ്മൾ വാങ്ങിച്ചതും അവർ വാങ്ങിച്ചതും എല്ലാം കൂടി. അതിനത് സാധാരണ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒക്കെ തലവേദന കഴിക്കാനായിട്ട് ഇപ്രാവശ്യം പിന്നെ എല്ലാം മുൻകരുതലെടുത്തിട്ടാണ് പോയിക്കുന്നത്. ഛർദിൻ്റെ ഗുളികയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് അതൊക്കെ കുടിച്ചു. അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, ഛർദിയോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഉറങ്ങുന്നതായിരുന്നു, എൻ്റെ മകൻ്റെ കൂടെ ഞാനും ഉറങ്ങും ഓനും ഉറങ്ങും അങ്ങനെയായിരുന്നു കേട്ടോ. എല്ലാവരും ഡാൻസ് കളിക്കുമ്പോഴും ഞങ്ങളും ഉമ്മാക്കും മോനിക്കും ഉറക്കം വിട്ടിട്ട് വേറൊരു കളിയില്ല എന്നുള്ള പോലെയായിരുന്നു. കാരണം ഓൻ ഉറങ്ങി എൻ്റെ മേലിൽ ഇങ്ങനെ കിടക്കണം, അപ്പോൾ ഞാനും ഉറങ്ങും. അങ്ങനെ കുറച്ച് നേരം കിട്ടുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും. പിന്നെ ഈ കണ്ട കാടന്നെ പിന്നെയും കാണാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് പിന്നെ നേരെ വണ്ടിയിൽ കയറി പിന്നെയും തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് ഇനി ഇടണം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനായിട്ട് മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ പഴയ കൂട്ടുകാരും പുതിയ കൂട്ടുകാരും ഒക്കെ കൂടെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ മകനും വീണ്ടും ഉറങ്ങാൻ പോവാണ്. ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറിയതല്ലേ, ഞങ്ങൾ ഉറക്കം തുടരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. ബൈ.